നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ പാർട്ടികളും തുടരുകയാണ്. ഇടതു വലതു മുന്നണിയിലും BJP-യിലും തുടങ്ങിക്കഴിഞ്ഞു, ഘടകകക്ഷികളിലും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ സമീപകാലത്തായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ കൊല്ലം MP NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിലൊരു ആശയക്കുഴപ്പം നടക്കുന്നത്. അത് RSPയിൽ തന്നെയാണ്. പക്ഷേ RSPയിൽ അത് ആശയക്കുഴപ്പം നടക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വടംവലിയാണ്, കാർത്തിക്കിന് വേണ്ടി ഒരു വടംവലി നടക്കുന്നത്. കാർത്തികിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന വിഭാഗമുണ്ട്, ഒരു വിഭാഗത്തിനോട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇരവിപുരത്ത് വിജയസാധ്യതയുള്ള 5 പേരുടെ പട്ടിക RSP മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കൈമാറിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരവിപുരം സീറ്റാണ് നിലവിലിപ്പം RSP സംബന്ധിച്ച് നിർണായക ചർച്ചകൾ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാർത്തിക്കിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ ചർച്ച. കാർത്തിക്കിനെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പോൾ NK പ്രേമേന്ദ്രൻ തള്ളിയ ഒരു തീരുമാനം ഷിബി ജോണിനും ANSSനും എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്, അതായത് യൂത്ത് കോൺഗ്രസ്, പുറത്തുനിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രഷറും RSPയിലേക്ക് വരുന്നുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ലിജി നോക്കുന്നത്? അതിലാണ് ഏറ്റവും വലിയ ഇപ്പം ഒരു പാർട്ടിക്ക് ഘടകകക്ഷി കൊടുത്ത സീറ്റാണ്. ഇപ്പോൾ UDFിലെ RSPയുടെ സീറ്റാണ് എൻ്റെ വിവരം, സംശയമില്ലാതെ അവർ കാലങ്ങളെ മത്സരിച്ചിരുന്നാണ് നേരത്തെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അവിടെ ഏത് സ്ഥാനാർത്ഥി നിർത്തണമെന്ന് RSPക്കാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ RSPയിൽ ഇപ്പോൾ രണ്ട് അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. ഇപ്പം ഷിബു ബേബി ജോൺ പിന്നെ ഒരു വിഭാഗവും ഇപ്പം 2 വിഭാഗം വീണ്ടും ആയെന്ന് പറയുന്നു. കാർത്തിക് പ്രേമേന്ദ്രന്റെ പേരിന് വേണ്ടിയിട്ട് നിൽക്കുന്നു പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. ചിലപ്പം കാർത്തിക് പ്രേമേന്ദ്രന് വേണ്ടിയിട്ട് പ്രേമേന്ദ്രനും ഒരു വിഭാഗം പേരും സംസാരിക്കുമ്പോൾ മറ്റൊരു എതിർത്തേക്കാം. പക്ഷെ അത് ആ പാർട്ടിക്കുള്ളിൽ തീരുമാനിക്കേണ്ടതും ആ പാർട്ടിയാണ് സ്ഥാനാർത്ഥി നിർത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം യൂത്ത് കോൺഗ്രസ് ഇന്ന് കാർത്തികിനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കുന്നു, കാർത്തികിന് വേണ്ടി രംഗത്തിറങ്ങി കേൾക്കുന്നു. ഒരു ഘടകകക്ഷിയുടെ പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥിത്തിൽ എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയിൽ യുവജന സംഘടന ഇടപെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിൽ വേറെ പ്രശ്നമുണ്ട്. ഇതിപ്പം ഈ RSPയുടെ കാര്യം നമുക്കറിയാം. 2014 ശേഷം, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF നിന്ന് ഒരു UDFിലേക്ക് പോയ ശേഷം പിന്നെ നടന്ന 2 തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2016-ലും 2021-ലും. ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാനത്ത് RSP ഉള്ളത്. ലോക്സഭയിലേക്ക് പ്രേമേന്ദ്രൻ ജയം ആവർത്തിക്കുമ്പോഴും, അതായത് ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ ജയം ആവർത്തിക്കുമ്പോഴും സംസ്ഥാന നിയമസഭ കാണാൻ വേണ്ടി RSPയുടെ അംഗങ്ങൾക്ക് പറ്റുന്നില്ല. അത് നമുക്കറിയാം. ആ ഒരു സാഹചര്യം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊല്ലം സീറ്റിനെ ചൊല്ലി തർക്കം, പ്രേമേന്ദ്രൻ മുന്നണി മാറി പോകുന്നു. തലേന്ന് വരെ CPMന്റെ അല്ലെങ്കിൽ CPMന്റെ അല്ല LDFന്റെ ഒരു പ്രധാന പോരാളി, ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ പോരാളിയായിരുന്ന പ്രേമേന്ദ്രൻ പെട്ടെന്നാണ് അവർ മാറുന്നത്. പിന്നെ സോളാർ ചർച്ചയിൽ പോരാട്ടം മുന്നിൽ നയിച്ചത് VS ചേർന്ന് കോടിയേരിക്ക് മറ്റേ രാപ്പകൽ സമരത്തിൽ കിടക്കുമ്പോൾ അതിന് ഒന്നിച്ചേരുണ്ടായിരുന്ന നേതാവ്. അതിൽ ഏറ്റവും കൂടുതൽ UDFനെ കടന്നാക്രമിച്ചത് പ്രേമേന്ദ്രന്റെ ഒരു വാക്ചാരിതയാണെന്ന് നമുക്കറിയാം. LDFന്റെ ഒരു പോരാളി തന്നെയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റിന് ചൊല്ലിയിട്ട് ഇവർ മാറുന്നതും പ്രേമേന്ദ്രനും സംഘവും 2014. അന്ന് നമുക്കറിയാം കൊല്ലത്തെ MA ബേബി ഇപ്പോഴത്തെ CPMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയാകുന്നു. അന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നതും പിന്നെ അപ്രയോഗം വരുന്നതും അതിനുശേഷം അത് ചർച്ചയാവുന്നതും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതൊക്കെ. അതിനുശേഷം അന്ന് അതൊരു ഈ പറഞ്ഞ പോലെ ഒരു വികാരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിണറായി വീണ്ടും അത് ആവർത്തിച്ചിരുന്നു. അത് അങ്ങനെ സാഹചര്യത്തിൽ അത് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതെന്ത് തന്നെയായാലും അന്ന് ലോക്സഭയിലേക്ക് പ്രേമേന്ദ്രൻ ഒരു ഗുണമായി മാറി. പിന്നീട് നടന്ന 2019-24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രേമേന്ദ്രൻ ജയം ആവർത്തിച്ചു. പക്ഷേ അതിനുശേഷം ഒരൊറ്റ MLA പോലും, RSPയുടെ MLA പോലും നിയമസഭ കണ്ടിട്ടില്ല. 2016 അവർ 5 സ്ഥലത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു. 2021 ഒരു 5 സ്ഥലത്ത് വരെ മത്സരിച്ച് പരാജയപ്പെട്ടു. അത് അതിനിടയ്ക്ക് RSP പിന്നെ ഷിബു ബേബി ജോണ്ട് സംഘടന, ബാബുദിവാറിന് നേതൃത്വമുള്ള സംഘടന, അവർ ഇവിടെ ലയിക്കുന്നുണ്ട്. മാതൃസംഘടന ലയിച്ച ശേഷം അപ്പം വീണ്ടും ഒരു കരുത്തായി എന്ന് കരുതുന്നു. പക്ഷെ ആ കരുത്തൊന്നും LDFന്റെ പിന്നെ ഇതിനെ വോട്ട് ബാങ്കിനെ മറികടക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് RSP ഇപ്പോൾ ഉള്ളത്. അതായത് ഒരിക്കൽ കൂടി നിയമസഭ കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു MP ഉണ്ടെങ്കിൽ കൂടി MLA-മാരില്ലാത്ത അവസ്ഥ. നമുക്കറിയാം. ഇപ്പോൾ LDFിലായിരുന്നപ്പോൾ 4 സീറ്റിലേക്ക് മത്സരിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ്. ഇപ്പോൾ UDFിൽ ഷിബു ബേബി ജോൺ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ 5 സീറ്റ് കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്നുണ്ട്. 5 സീറ്റിലും പരാജയപ്പെടുന്നതിനാണ് വിധി. അപ്പം അങ്ങനെ ഒരു നിർണായകമായ സമയത്ത് വരുമ്പം ഒരു സീറ്റ്, ഇരവിപുരത്തും പോലൊരു സീറ്റ്, അത് നേരത്തെ RSPയുടെ അസീസ് പിന്നെ കയ്യാളിയിരുന്ന സീറ്റാണ്. അസീസിനെ തോൽപ്പിച്ചാണ് നൗഷാദ് 2016, 2021 നൗഷാദ് ജയം ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം, ക്രൂഷ്യലായ സ്ഥാനാർത്ഥി നിർണ്ണയം വേണ്ട സമയത്ത് ഇങ്ങനെ തമ്മിൽ പോരിലേക്ക് അത് ഇപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ ജിബിൻ പെട്ടെന്ന് കാർത്തിക് പ്രേമേന്ദ്രന്റെ പേര് പറയാൻ കിട്ടിയില്ല. അത് നമുക്ക് വിട്ടു പരിചയമില്ലാത്തൊരു പേരാണ്. പ്രേമേന്ദ്രന്റെ മകനുണ്ടെന്നും ഇങ്ങനെ ഉണ്ടെന്നും നമുക്കറിയാം. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലോ പ്രാദേശിക തലത്തിൽ എനിക്കറിയില്ല കൊല്ലത്തെ RSPയുടെ പിന്നെ കൊല്ലം ഈ ഇരവിപുരം മണ്ഡലത്തിൽ അല്ലെങ്കിൽ RSPയുടെ ഇടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം റോൾ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങനെ കേട്ടുവരില്ലാത്തൊരു പേര് മാത്രമാണ്. മക്കൾ രാഷ്ട്രീയമൊക്കെ അത് വേറെയാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ കൂടി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പിടിവലി നടന്നാൽ ഉള്ള പ്രതീക്ഷകളും കൊണ്ട് RSP കളയുവാണോ എന്ന് സംശയം തോന്നുന്നു. ഇപ്പം ലജിനിപ്പം മക്കൾ രാഷ്ട്രീയം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പം നിലവിൽ ഈ ആരോപണം കൊല്ലം RSPയിലുണ്ട്. അതായത് NK പ്രേമേന്ദ്രൻ നിലവിൽ കൊല്ലം MP ആണ്. അതായത് UDFിലേക്ക്
RSP എത്തിയതിനു ശേഷം ഈ നേട്ടമുണ്ടായത്, അല്ലെ പാർട്ടിക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായില്ലെങ്കിൽ നേട്ടമുണ്ടായത് പ്രേമേന്ദ്രന് മാത്രമാണെന്നും ഇനി ആ ഒരു സാഹചര്യം പ്രേമേന്ദ്രൻ തുടരാൻ വേണ്ടിയിട്ട് സാധ്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് മകനെ വീണ്ടും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രേമേന്ദ്രൻ പലയിടത്തും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്, ഞാൻ ഒരിടത്തും മകന്റെ പേര് മുന്നിലോട്ട് വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിനകത്ത് കയറി ഇടപെടുന്നു എന്നുള്ളത് RSPയെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ നോക്കുമ്പോൾ വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ARCCന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, ഷിബു ബേബി ജോണിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഈ കാര്യത്തിൽ വലിയൊരു നിലപാട് എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാമല്ലോ, ഇവര് 3 പേരുമാണ് RSPയുടെ ഒരു മുഖമായിട്ടുള്ളത്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു യുവ നേതാവ്, അല്ലെങ്കിൽ ഇപ്പൊ ലിജിൻ പറഞ്ഞ ഈ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ആർക്കും അറിയത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പെട്ടെന്നൊരു ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് 2000 തലമുറ മറ്റ ആവശ്യമാണ്. പ്രേമേന്ദ്രൻ ലോക്സഭ സീറ്റിൽ ഇനിയിപ്പം അച്ഛൻ ലോക്സഭയിലും മകൻ നിയമസഭയിലും കുഴപ്പമൊന്നുമില്ല, മക്കളുണ്ട്. തലമുറ ഇങ്ങനെയാണ് മാറുന്നത് മാത്രമേ ഉള്ളൂ അവരത്തേക്കും ഉദ്ദേശിക്കുന്നത്. 2016 മുതൽ 21 അല്ല, ഇപ്പൊ 26 എത്തുന്നു. ഇതുവരെ നിയമസഭയിൽ ഈ RSPക്ക് ഒരു മുഖമില്ല എന്നുള്ളത് വലിയൊരു നാണക്കേട് തന്നെയാണ്. അതിനു മുമ്പ് LDFന്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ NK പ്രേമേന്ദ്രനൊക്കെ, ഷിബു ബേബി അടക്കം എല്ലാവരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. NK പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നു. UDFന് ഭരണം കിട്ടിയപ്പോൾ ഷിബു ബേബി അവിടെ മന്ത്രിയായിരുന്നു. രണ്ടും കൂടി 2 പാർട്ടിയും കൂടെ ചേർന്നിട്ടും കൂടി ഇപ്പൊ ഒരു അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന വലിയ പ്രശ്നമാണത്. അതിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പം അതിന് RSPക്ക് പറ്റിയത് ഒരു 3 ഘടകങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, പരമ്പരാഗതമായിട്ട് ഈ RSPയുടെ വോട്ടുകൾ ഇടതുപക്ഷ വോട്ടുകളാണ്. അത് സംശയമില്ല. കൊല്ലത്തെ തീരദേശ മേഖലയിലായാലും പിന്നെ കശുവണ്ടി തൊഴിലാളികൾക്കിടയിലായാലും അത് RSPയുടെ വോട്ട് ഇടതുപക്ഷ വോട്ടാണ്. അപ്പം അന്ന് ആ ഒരു നമ്മൾ പറഞ്ഞ സുപ്രഭാതത്തിലെ സീറ്റിന് വേണ്ടി ലോക്സഭയിലേക്ക് പോയി ആ പരാമർശം അവിടെ ഗുണം ചെയ്തെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഈ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകൾ അത് RSPയിലേക്ക് പോകുന്നില്ല. അത് LDFന്, CPMന് അല്ലെങ്കിൽ CPIക്ക്, LDFന് തന്നെ ലഭിക്കുകയാണ്. ഇവർ കരുതിയ വോട്ട് ബാങ്ക്, അതുകൊണ്ട് അതിന്റെ ഇതും ചോർച്ച മൊത്തം പോയിട്ടുണ്ട്. പിന്നെ അത് 2016 ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത് LDFന്റെ ഒരു ശബ്ദമായിരുന്നു, RSPയെ നിയമസഭ കാണിക്കില്ല എന്നുള്ളത്. അതവിടെ വന്നു. 21 ആകുമ്പോഴേക്ക് അതിന്റെ ഈ സംഘടനാ ശേഷി ചോർന്നു. ഒരു സംസ്ഥാന നിയമസഭയിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അവരിപ്പം ഒരു മുഖമില്ലാത്ത അവസ്ഥയിലാക്കുന്നത്. സംഘടനാ ശേഷി വല്ലാതെ തളർന്നിട്ടുണ്ട്. ഈ 2 പാർട്ടികളും, പിന്നെ BJP കൊണ്ട് RSP ബിയും RSPയും തമ്മിൽ ലയിച്ചെങ്കിൽ കൂടി അടിത്തറയിൽ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു സംസ്ഥാന രാഷ്ട്രീയ റോളില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അത് 2 തവണയായിട്ട് പിന്നെ UDF പ്രതിപക്ഷ സംഘടനയാണ്. ഒരു ബോർഡ് ചെയർമാനോ ഒന്നും സ്ഥാനം ലഭിക്കാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു ഭരണത്തിന്റെ ഒരു യാതൊരു ഇതിലാണ്ട് സമയത്തേക്ക് സംഘടന ചോർച്ചയുണ്ടായി. ഈ ഇടതുപക്ഷത്തിന് വോട്ട് ലഭിച്ചില്ല എന്നതിന് പുറമെ സംഘടന ചോർച്ചയുണ്ടായി. 3ാമത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അത് CPMന്റെ ശബ്ദമാണ്. തോളോട് തോൾ ചേർന്ന സഖാക്കളായിരുന്നു പിന്നെ പിണറായി വിജയൻ, പ്രേമേന്ദ്രനൊക്കെ. പക്ഷെ ആ ഒരു ഇത് പോകുന്ന സമയത്ത് ഇനി RSPയെ സഭ കാണിക്കില്ല എന്നുള്ള CPMന്റെ ശബ്ദം എന്ത് വില കൊടുത്ത് തോൽപ്പിക്കും. നമുക്കറിയാം, അന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പാർട്ടി പിളർത്തിയിട്ട് അദ്ദേഹം പിന്നെ LDFന് വിട്ടുപോകാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ പാർട്ടി പിളർത്തി ഒരു പാർട്ടി ഉണ്ടാക്കി നിൽക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് LDF ജയിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അതും ഒരു അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ പിന്നെ അന്നത്തെ പിണറായിയുടെ തന്നെ ഇപ്പൊ 2 മുഖ്യമന്ത്രി പിണറായിയുടെയോ അല്ലെങ്കിൽ CPMന്റെയോ ഒരു വാശിയുടെ പുറത്തുനിന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ കോവൂർ കുഞ്ഞുമോൻ അവിടെ ജയിപ്പിക്കുകയും ചെയ്യുന്നു, RSPയെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് വല്ലാത്ത തളർച്ചയിലുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്ത ഈ 3 ഇതിൽ തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയിലാണ്. ഇനിയിപ്പം ഈ പറഞ്ഞ ഇടതുപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ RSPക്ക് നിലവിലെ സാധ്യത പറ്റുമോ എന്നറിയില്ല. ഭരണത്തിന്റെ പിന്നെ യാതൊരു ഇതും ഇല്ലാതെ അത് പാർട്ടി സജീവമാകുമോ എന്നറിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ CPMന്റെ ആ ഒരു വീറും വാശിയും കുറഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല. ഈ ഘടകങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു പിടിവലി കൊടുക്കുന്നത്. അത് എന്ത് തന്നെയായാലും സ്ഥാനാർത്ഥി ഇപ്പം കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിക്കുന്ന യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന് പാർട്ടിയോട് RSP ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ 3 ഇപ്പം. പക്ഷേ അതിൽ മറ്റൊരു ഘടകം വരുന്നത് ആ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി യോഗം ചേർന്നപ്പോൾ പിന്നെ എനിക്കൊന്ന് 15 പേര് 2 നേതാക്കൾ 3-4 പേര് നേതാക്കളുടെ പേരിൽ വോട്ടിലുണ്ട്. അപ്പം പിന്നെ കാർത്തിക് പ്രേമേന്ദ്രൻ 7 പേരുടെ പിന്തുണ ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ടിൽ പിന്തുണ ലഭിച്ചത് പിന്നെ മണ്ഡല സെക്രട്ടറി നൌഷാദിനാണ്. 8 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. കാർത്തിക് പ്രേമേന്ദ്രൻ 7 വോട്ട് ലഭിച്ചു. ഈ പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന മറ്റു നേതാക്കൾ ഒരു നേതാവിനോട് 7 വോട്ട് ലഭിച്ചിട്ടുണ്ട്, മറ്റൊരു നേതാവിനെ കുറവ് വോട്ട് ലഭിച്ചത്. അവരെപ്പോലെ തന്നെ പിന്തുണ കാർത്തിക് പ്രേമേന്ദ്രൻ ലഭിക്കുന്നുണ്ട്. ഈ പ്രേമേന്ദ്രന്റെ ഒരു ഒറ്റവാശിക്ക് പുറത്തൊന്നും വരുന്ന സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. നൌഷാദിനാണ് കൂടുതൽ പിന്തുണയെങ്കിലും ഇത് വരുന്നുണ്ട്. അപ്പം നേരത്തെ ജിബിൻ പറഞ്ഞാൽ തന്നെ പ്രേമേന്ദ്രനെ പൂർണ്ണമായി തള്ളിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ അസീസോ അല്ലെങ്കിൽ ഷിബു വിജയനോ തയ്യാറാവില്ല, അത് ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ ഇരവിപുറത്ത് കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിച്ചാൽ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന് ഈ പറഞ്ഞ പാർട്ടിയിലെ പടലപ്പിണക്കം, ആ ബാക്കി സീറ്റുകൾ നോക്കാം, ഇരവിപുരം പോയാൽ പോട്ടെ നിർത്തിയാണെങ്കിൽ ഇപ്പൊ നൌഷാദ് കഴിഞ്ഞ 28,000 വോട്ടുകൾക്കാണ് ജയിച്ചത് എനിക്ക് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ 2 തവണ 25,000 ഭൂരിപക്ഷത്തിൽ ലഭിക്കുന്ന സീറ്റാണ്. LDF അത് ഷുവർ സീറ്റായി കാണുവാണ്. അവിടെ പിടിക്കണമെങ്കിൽ അങ്ങനെ ഒരു മുഖം വേണം. ആ ഒരു മുഖമായിട്ട് പിന്നെ കാർത്തിക് പ്രേമേന്ദ്രൻ മാറാൻ പറ്റുമെന്ന് സംശയമാണ്. അത് കാർത്തിക് പ്രേമേന്ദ്രൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. ഇത്തവണ ഷിബു ബേബി ജോൺ മത്സരിക്കുന്നു, ചവറയിൽ നിന്നായിരിക്കും മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം
സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മാറിയിട്ടുണ്ട്. അതിപ്പോൾ AICC ചുമതല കൈമാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 പേരേ ഉള്ളൂ പറയാൻ പ്രശ്നമുണ്ട്. കാർത്തിക് പേരോട് വരട്ടെ, നാളായല്ലോ ആളായി. പക്ഷെ പിന്നെ അതിൽ വേറെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ലിജിൻ ഇപ്പം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഈ RSPയുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നു. അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് ഇവർ പറയുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്, അതായത് മത്സരിക്കാൻ ആളില്ലെങ്കിൽ സീറ്റ് മടക്കി നൽകണം എന്നാണ് പറയുന്നത്. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് ഇരവിപുരം അസംബ്ലി കമ്മിറ്റി പ്രമേയം പാസ്സാക്കുമെന്നും പറയുന്നത്. ഈ കാര്യം പ്രമേയം പാസ്സാക്കിയിട്ട് KPCC നേതൃത്വത്തെ UDF ഈ കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതായത് ഞങ്ങളാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഇതുണ്ട്. ഇപ്പൊ പറഞ്ഞാലേ 5 സീറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം RSP നേരത്തെ തന്നെ ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞ വർഷം അവർ ആറ്റിങ്ങലും കൂത്തുപറമ്പ് മട്ടന്നൂരാണെന്ന് എനിക്ക് സംശയം, 2 ജില്ലക്ക് പുറത്ത് മത്സരിച്ച 2 സീറ്റുകൾ, അത് രണ്ടും ഷുവറായിട്ട് തോൽക്കുന്നു. ആറ്റിങ്ങലും 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ആറ്റിങ്ങലും ഇത് കണ്ണൂർ സീറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തോൽവി ഉറപ്പില്ല, 100% തോൽവിയുള്ള സീറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സീറ്റുകളിലേക്ക് ഇപ്പം ജയം ഉറപ്പുള്ള 3 സീറ്റുകളിലേക്കാണ് ഈ 3 നേതാക്കൾ. പ്രേമേന്ദ്രൻ എന്തായാലും ഡൽഹിയിലായാലും ഇവിടെ 3 നേതാക്കൾക്ക് ഉണ്ട്. ഇനി നേതാക്കളില്ലെങ്കിൽ സീറ്റ് തിരിച്ചു തന്നേക്കുന്ന യൂത്ത് കോൺഗ്രസ് ഒരു തെറ്റൊന്നുമില്ല. യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ട് യുവാക്കൾക്ക് നമ്മൾ സീറ്റ് കൊടുത്തോളാം, നിങ്ങൾക്ക് ആളില്ലെങ്കിൽ നിങ്ങൾ സീറ്റ് നമുക്ക് ചടയമംഗലം ഇവർക്ക് താല്പര്യമുണ്ട്, RSPക്ക് താല്പര്യം. പക്ഷേ ചടയമംഗലം അവർ കൊടുക്കാനുള്ള എനിക്ക് സാധ്യത കൂടുതലാണ് തോന്നുന്നത്. അവിടെ വലിയൊരു പ്രതീക്ഷ ഇപ്പൊ അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ UDF അപ്പം സീറ്റ് കൊടുത്താൽ ഒഴിവാക്കാൻ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പറഞ്ഞാൽ മണ്ഡല സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും ഇവിടെ മത്സരിക്കാൻ ആൾക്കാർ. ആദ്യഘട്ടത്തിൽ കൊല്ലത്തിന് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ശക്തമായൊരു എതിർപ്പുണ്ടായപ്പം ആ തീരുമാനത്തിൽ മാറ്റം വന്നെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട്. അത് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വേണം എന്നുള്ളൊരു നിലപാടിലാണുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2016 മുതൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു അംഗമെങ്കിലും എത്തണം എന്നാൽ മാത്രമേ നിലവിലൊരു സാധ്യതയുള്ളൂ. സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുറച്ച് നമ്മൾ കേട്ടുന്ന കാര്യമാണ് LDFിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ചർച്ചകളും ഉണ്ടായില്ലെന്നറിയില്ല. പക്ഷെ ഒരു വിഭാഗത്തിന് താല്പര്യമില്ലെന്ന റിപ്പോർട്ടുകൾ. അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ആ പോയ പോക്കിൽ സീറ്റുകളെല്ലാം കേരള രാഷ്ട്രീയത്തിലെല്ലാം സത്യം പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ 3 ഘടകങ്ങൾ പറഞ്ഞല്ലോ, അത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്. പരമ്പരാഗത ഇടതു മനസ്സുള്ളവരാണ് RSPയുടെ പ്രവർത്തകരെല്ലാം. പിന്നെ ആ ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാണെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചു വരണം എന്നുള്ള സാധനം അവർക്ക് ഉണ്ട്. ഇല്ലെങ്കിൽ അത് വലിയ കാര്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പ്രേമേന്ദ്രനെ ലോക്സഭയിലേക്ക് സീറ്റ് വർദ്ധിക്കുന്നത് അത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടിയാണെന്ന് നമുക്കറിയാലോ. അത് 2 രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇപ്രാവശ്യം കൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ അക്കൗണ്ട് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവും. വീണ്ടും RSP പിളരാൻ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ RSP പ്രേമേന്ദ്രൻ വിഭാഗം ഉണ്ടായേക്കാം, ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നാലും കാർത്തിക്കിന്റെ കേസിൽ യൂത്ത് കോൺഗ്രസ് അല്ലാണ്ട് RSPക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ. അത് ഷിബു ബേബി ജോൺ അസീസും പ്രേമേന്ദ്രൻ കൂടി തീരുമാനിക്കട്ടെ. 3 പേരോട് തീരുമാനിച്ചൊക്കെ പറഞ്ഞാൽ 1 സീറ്റ് ആക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP സംബന്ധിച്ച് പ്രധാന ചർച്ചയാവുന്നത് പ്രേമേന്ദ്രന്റെ മകന്റെ കാര്യമാണ്. കാർത്തികിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പൊ RSP സംബന്ധിച്ച് ഒരു നിർണായക കാര്യമാണ് കേട്ടോ. അല്ല, ഈ പറഞ്ഞാൽ ഇപ്പം നൗഷാദ് MLAയുടെ പ്രവർത്തനത്തിൽ അത്ര മോശം പ്രവർത്തനം അവിടെ മണ്ഡലത്തിൽ റിപ്പോർട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 20 ലീഡ് നിലവിലുണ്ട്. അതിനെ മറികടക്കാൻ കാർത്തിക് പ്രേമേന്ദ്രന് പറ്റുമോ എന്നുള്ള ചോദ്യം അതിപ്പം RSP ആണ് ചോദിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞാൽ അവർക്ക് നല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ വേണ്ട, പോട്ടെ, യുവാക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെയും കൂടെ ഒരു ആവേശമുണ്ട് RSPക്ക്. തീർച്ചയായും അതുണ്ടാവും. ആ ആവേശത്തിന്റെ പുറത്തും കൂടിയാണ് ഈ കാർത്തികിന്റെ പേര് പെട്ടെന്ന് ഉയർന്നു വരാനും കാർത്തികിന് വേണ്ടി വാദിക്കാൻ യൂത്ത് കോൺഗ്രസ് പറയുന്ന ഒരു യുവ നേതാവാണെന്ന് പറയുന്നത്. അത് മറ്റൊരു ഘടകമുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് 2016 വരെ അസീസ് മത്സരിച്ച മണ്ഡലമാണ്. ഇനി മറ്റു നേതാക്കളിൽ വീണ്ടും അസീസ് മത്സരിക്കുന്നുള്ള ഭയം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും യുവ നേതാവ് വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് യുവ നേതാവിലേക്ക് നമുക്ക് നമ്മൾ യുവാക്കൾക്ക് കൊടുക്കാൻ അവർ പറഞ്ഞത്. അതാണ് കാർത്തിക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇതെന്താണെന്നറിയില്ല. എങ്കിൽ എന്താ തന്നെയായാലും അത് RSP ഒരു തീരുമാനം എടുത്തിട്ട് ഒന്നുകിൽ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ മുന്നണി അറിയിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ ഇടപെടലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നമുക്ക് താന്നൊക്കെ പറയുമ്പോൾ ഘടകകക്ഷിനെ അപമാനിക്കുന്നത് തുല്യമാണ്. ആ പരിഹാസത്തിന് നിൽക്കാതെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി RSP എത്രയും പെട്ടെന്ന് തയ്യാറാവുന്നുണ്ട്.